ഈ മഞ്ഞ കളർ കാണുമ്പോൾ തന്നെ മഞ്ഞ കവർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇന്ന് പുട്ടാണല്ലേ. അപ്പോൾ അന്ന് പുട്ടാണ് കേട്ടോ. പൊൻകതിറിൻ്റെ പൊടിയൊക്കെ ഞാൻ എന്താ വേഗം നനച്ച് വെച്ചിട്ടുണ്ട്. ഈ പുട്ടുപൊടി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്ര ഗംഭീരമായിട്ട് പുട്ടുണ്ടാക്കണത്. അല്ലെങ്കിൽ മറ്റേ പൊടിയാണെങ്കിൽ ഒരു ഇച്ചിരി പണിയൊക്കെ ഉണ്ട്, പക്ഷേ ടേസ്റ്റുമാണ്. എന്നാലും ഇതിപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏട്ടൻ എണ്ണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ എണ്ണീക്കുമ്പോൾ തന്നെ എൻ്റെ ഏട്ടനൊരു കട്ടൻ ചായ വേണം കേട്ടോ. ഒരിടയ്ക്ക് എനിക്കിത് ശീലമായിരുന്നു, പിന്നെ ഞാൻ പയ്യെ ശീലം മാറ്റി. പുട്ടാകുമ്പോൾ പിന്നെ തേങ്ങ ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. പണ്ട് ഞങ്ങൾ തേങ്ങ വിരോധിയായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് തേങ്ങ വേണം. അപ്പോൾ അങ്ങനെ ചേട്ടൻ തേങ്ങ ചിരകി തരുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എല്ലാ ദിവസവും പച്ചക്കറി വെക്കുമെന്ന്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എല്ലാ ദിവസവും പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കഴിക്കാറുണ്ട്. അധികം തന്നെ ക്വാണ്ടിറ്റിയിൽ കഴിക്കാറുണ്ട്. അപ്പം ഞാൻ അധികം ഇച്ചിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്ക് രാത്രിത്തേക്ക് നമുക്ക് ആവുമല്ലോ. ഈ മെഴുക്കുവരട്ടിയുടെ കൂടെ ഇച്ചിരി തൈരും ഇച്ചിരി എന്തെങ്കിലും അച്ചാറും ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പം ഞാൻ ഗ്രീൻ പീസ് വേവിച്ചത് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താളിച്ചത് ഒന്നും കൂടി കുക്കറിലേക്കും ഗ്രീൻ പീസും കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസലും കൂടി ഞാൻ കേൾപ്പിച്ചു. പിന്നെ കുക്കർ അങ്ങോട്ട് കാലിയാക്കിയിട്ട് വേഗം പുട്ടുണ്ടാക്കി ചോറ് വേവിച്ചു. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടണ്ടേ. ഇന്നെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്നും ഓടിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണെന്ന് കറി വെച്ചതെന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ തന്നെയാണ് ഞാൻ പിള്ളേർക്ക് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ പുട്ടിറക്കിയിട്ട് ഞാൻ പാല് വേഗം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കാപ്പിയാണ് കേട്ടോ പിള്ളേർക്ക് കൊടുത്തത്. വേഗം ഒരു മുട്ടയും പൊരിച്ച് രാവിലത്തെ ബീട്രൂട്ടും ഗ്രീൻ പീസ് കറിയും മുട്ട വറുത്തതൊക്കെ ഇട്ട് കുട്ടികൾക്ക് ഞാനിന്ന് ലഞ്ച് ബോക്സും കെട്ടി. രണ്ടുപേരും അവിടെ ഇരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ.